Welcome to RK's Stories. പ്രിയേ പ്രണയിനി ഭാഗം 4. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. നിങ്ങൾക്ക് ഇങ്ങനെ ഒളിച്ചോടി വിവാഹം കഴിക്കേണ്ട വല്ല കാര്യമുണ്ട് എന്റെ വൈശൂട്ടിയെ. വല്ല രജിസ്റ്റർ ഓഫീസിലും പോയി വിവാഹം കഴിച്ചിട്ട് അനന്തൂട്ടന്റെ കയ്യും പിടിച്ച് നേരെ ആ കല്യാണിയുടെ ഹരിഹരന്റെ മുന്നിലോട്ട് അങ്ങ് ചെന്ന് നിന്നാ പോരായിരുന്നോ? ഒന്നുമില്ലേലും അവൻ എന്റെ മുറച്ചെറുക്കനല്ലേ. ആ ആസ്ട്രേലിയക്കാരന്റെ അത്രയും വരില്ലേലും ഒരു കുടുംബം പുലർത്താനുള്ള കാശൊക്കെ അവന് കിട്ടുന്നില്ലേ? കാര്യം വൈശാഖിയും അനന്തനും തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നത് പെരുത്ത് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ ഒളിച്ചോട്ടം അമ്മമ്മയ്ക്ക് അത്ര പിടിച്ചിട്ടില്ല. എന്തു വന്നാലും നേരെ നിന്ന് നേരിടുക എന്നതാണ് പുള്ളിക്കാരുടെ ഒരു രീതി. ഞാൻ അവനോട് പറഞ്ഞതാ അമ്മമ്മേ. വാതിൽക്കലെ കട്ടിളപ്പടിയിൽ കൈകുത്തി നിന്നുകൊണ്ട് ദേവനന്ദനും തന്റെ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചു. ഇവിടെയാകുമ്പോ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. പക്ഷെ പറഞ്ഞാ കേൾക്കണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പച്ചിയുടെ വല്യച്ഛന്റെയും മുഖത്ത് എങ്ങനെ നോക്കുമെന്നാ അവൻ ചോദിക്കുന്നത്. അങ്ങേർക്ക് വട്ട. സ്വീകരണ മുറിയിലെ ഇരുട്ടിൽ നിന്ന് റെയിൻകോട്ട് ഇടുകയായിരുന്ന വൈശാഖി പ്രതികരിച്ചു. പിന്നെ ഇതിനെങ്കിലും സമ്മതിച്ചല്ലോ ഓർത്തിട്ടാ ഞാൻ കൂടുതലൊന്നും പറയാഞ്ഞ്. അമ്മമ്മ പേടിക്കണ്ട. വിത്തിൻ 1 ഇയർ അമ്മമ്മയുടെ അനന്തൂട്ടിനെ ഈ വൈശാഖി ഇവിടെ തിരികെ കൊണ്ടുവന്നിരിക്കും. കയ്യിലെ ഒരു ട്രോഫി ഉണ്ടാകുമെന്ന് മാത്രം. അവളുടെ ആ പറച്ചിൽ കേട്ട് എല്ലാവരും ചിരിക്കുന്നതിനിടയിൽ അവൾ അമ്മമ്മയുടെ കവിളിൽ ഒന്ന് കിള്ളി വിട്ടു. എന്നാ പോട്ടെ സരോജിനി കുട്ടിയെ. പോയിട്ട് വരട്ടെ എന്ന് പറ കുട്ടിയെ. അമ്മമ്മ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. കസേരയിൽ ചാരി നിൽക്കുകയായിരുന്ന ഗൗരിയുടെ കണ്ണുകളും നനഞ്ഞു തുടങ്ങിയിരുന്നു. വൈശാഖി അവളെ കെട്ടിപ്പിടിച്ചു. ഞാനില്ലെന്നോർത്ത് ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെ ഇരിക്കരുത്. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് അത് മനസ്സിലിട്ടോണ്ട് നടക്കാതെ തുറന്നു പറയാൻ ശീലിക്കുക. ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ തലകുലുക്കി. അവിടെ ചെന്നിട്ട് പുതിയ നമ്പർ എടുത്തിട്ട് വിളിക്കാം. കൂടുതൽ പറയാൻ നിൽക്കാതെ വൈശാഖി വാതിലും കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. അവൾക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ? അമ്മമ്മയോടൊന്നോണം ദേവൻ അനുവാദം ചോദിച്ചു. ആ വഴി പോകുമ്പോ സൂക്ഷിച്ചു പോണേ. ഗൗരിയുടെ കരുതൽ നിറഞ്ഞ വാക്കുകളിൽ ദേവൻ ചിരിച്ചു. പാർട്ടിയുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ സ്ഥിരം പോകാറുള്ള വഴിയത്. ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട, ഇറങ്ങാൻ നോക്കിക്കേ. മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. അമ്മമ്മ പറഞ്ഞതോടെ ദേവനും മുറ്റത്തേക്ക് ഇറങ്ങി. ദേവന്റെ സ്കൂട്ടറിന്റെ അടുത്ത് നിന്നും വൈശാഖി കൈ വീശി കാട്ടി. അവളെയും കൊണ്ട് ആ സ്കൂട്ടർ ആര്യകത്തെ പടി കടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് ശ്രീഗൗരി വാതിലിൽ ചാരി നിന്നു. കിടക്കാൻ നോക്ക് ഗൗരിക്കുട്ടിയെ, സമയം ഏറെയായി. പിന്നിൽ നിന്നും അമ്മമ്മയുടെ ശബ്ദം കേട്ട് ഒരു ദീർഘനിശ്വാസത്തോടെ ശ്രീഗൗരി വാതിൽ ചേർത്തടച്ചു. പ്രധാന വഴിയിൽ നിന്നും ദേവൻ ആനച്ചോലയിലേക്ക് സ്കൂട്ടർ തിരിച്ചു. സ്കൂട്ടറിൽ നിന്നും വീഴുന്ന വെളിച്ചത്തിന് പിന്നാലെ മത്സരിച്ച് ഓടിയെത്തിയ ഇരുട്ട് അവർ കടന്നു പോകുന്ന വഴിയെ വാ പിളർത്തി വിഴുങ്ങിക്കൊണ്ടിരുന്നു. മഴ നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആ കാട്ടുവഴിയുടെ ഇരുവശത്തും വളർന്നു പന്തലിച്ചു നിന്നിരുന്ന മരങ്ങൾ അപ്പോഴും വഴിയിലേക്ക് പെയ്യുന്നുണ്ട്. ദേവേട്ടന് ഗച്ചുവിന് ഇഷ്ടമാണല്ലേ? പിന്നിൽ നിന്നുമുള്ള ആ ചോദ്യം കേട്ട് ദേവനന്ദൻ സ്കൂട്ടറിന്റെ കണ്ണാടിയിൽ കൂടി അവളെ നോക്കി. അവന്റെ ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി തത്തിക്കളിക്കുന്നത് അവൾ കണ്ടു. എന്ന് നിന്നോടാരാ പറഞ്ഞത്? ചുണ്ടുകൾക്കൊപ്പം ചിരിക്കുന്ന ആ കണ്ണുകളിലായിരുന്നു അവളുടെ ശ്രദ്ധ. അനന്തേട്ടനെ പോലെ തന്നെയാണ് ദേവേട്ടനും. എത്ര വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒരു ചിരി ഉണ്ടാകും രണ്ടാളുടെയും മുഖത്ത്. എടി, നിന്നോടാ ചോദിച്ചത്. ചിലതൊക്കെ പറയാതെയും അറിയാൻ പറ്റില്ലേ മാഷേ? വട്ട് പറയല്ലടി പെണ്ണെ. കയ്യിൽ 4 കാശുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാ ഈ പ്രേമവും വിവാഹവും ഒക്കെ. അതെ, ഞങ്ങൾ പെൺപിള്ളേര് പണം മാത്രം നോക്കിയല്ല ചെക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. എന്തേ, പണം വേണ്ടേ? വേണം, പക്ഷെ അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള എത്രയോ കാര്യങ്ങളുണ്ട് ദേവേട്ട. മനസ്സിനെ പിടിച്ചവരോടൊത്ത് ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ? നിന്റെ ഫിലോസഫിയൊക്കെ കൊള്ളാം, പക്ഷെ വയറ്റിലേക്ക് വലുതും പോകാനുള്ള അവസ്ഥ കൂടി വേണം. അതൊക്കെ സമയമാവുമ്പോ ഉണ്ടായിക്കൊള്ളുന്നേ. രാവും പകലും സ്വന്തം ഓട്ടോ ഓടിച്ചു കിട്ടുന്നതൊക്കെ വേറെ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. കൂട്ടി വെക്കുകയല്ലേ. മാത്രമല്ല PSCയുടെ റാങ്ക് ലിസ്റ്റിലും ഉണ്ട്. ഇനി ഇതൊന്നും പോരാഞ്ഞതിന് പാർട്ടിയിലെ തീപ്പൊരിയല്ലേ കല്ലാട്ടെ ഈ ദേവനന്ദ സഖാവ്. അപ്പോ പിന്നെ ജോലിയൊക്കെ വേഗം കിട്ടുന്നേ. ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയല്ല. അവന്റെ സ്വരം കടുത്തുതെറിഞ്ഞ് വൈശാഖി പിന്നിലിരുന്ന് കവിൾ വീർപ്പിച്ചു. ഓ, തത്വങ്ങളും തലയിലേറ്റുകൊണ്ട് നടന്നു. ഒടുവിൽ ജീവിക്കാൻ മറക്കരുത്. അതിനുള്ള മറുപടി അവന്റെ ചുണ്ടിലെ ചിരി മാത്രമായിരുന്നു.
ഒപ്പം കൂടെ ചിരിക്കുന്ന ഒരു ജോഡി കണ്ണുകളും. അവൾ ഒരു പാവാ ദേവേട്ട. ചെറിയമ്മാവനും അമ്മായും മരിച്ചുപോയ പിന്നെ അമ്മമ്മയും അനന്തേട്ടനോ അവൾക്ക് ആകെ ഉള്ളത്. അമ്മയുടെയും വല്യമ്മാവന്റെയും കാര്യമൊക്കെ ദേവേട്ടന് അറിയാലോ. ചെറിയമ്മാവനെ പണ്ടേ തന്നെ അവർ അടുപ്പിക്കത്തില്ലായിരുന്നു. അന്ന് അങ്ങരുടെ ബിസിനസ് കൂടി തകർന്നതോടെ ആ അകൽച്ച പൂർണ്ണമായി. വല്യമ്മാവൻ ഒരു ഊട്ടം പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് അരുണേട്ടം പോവാത്തത് പോലെ തന്നെയാ അവിടെ വിഷ്ണുവേട്ടനും. അമ്മ പറഞ്ഞാൽ പിന്നെ അതാ പുള്ളിക്കാരന്റെ നിയമം. പിന്നിലിരിക്കുന്നവളുടെ സങ്കടവും കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കുകയായിരുന്നു ദേവനന്ദൻ. ഇനിയിപ്പോ ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാൻ പോന്നേക്കുന്നത് അനന്തേട്ടന്റെ കൂടെയാണെന്ന് അവരാരേലും അറിഞ്ഞാല് അനന്തേട്ടനെ തേടി പിടിച്ച് ഉപദ്രവിക്കാനും അവര് മടിക്കത്തില്ല. അനന്തേട്ടനെ കിട്ടിയില്ലേ ചിലപ്പോ ആ ദേഷ്യം ഗൗരിയോട് തീർക്കാനും മതി. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. ആ അതാ എന്റെ ഒരു ആശ്വാസം. നോക്കിക്കോണേ ദേവേട്ട അവളെ. അതിന് മറുപടി പറയാതെ ദേവൻ സ്കൂട്ടറിന്റെ ആക്സിലേറ്റർ തിരിച്ചു. കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ സ്കൂട്ടർ മുന്നിലേക്ക് പാഞ്ഞു. ആനച്ചോല കഴിഞ്ഞ് പഞ്ചായത്തിന്റെ അതിർത്തിയിൽ അനന്തൻ കാറുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അനന്തേട്ടാ. കാറിനടുത്തു നിർത്തിയ സ്കൂട്ടറിൽ നിന്നും ചാടി ഇറങ്ങിയ വൈശാഖി ഓടിച്ചെന്ന് കാറിൽ ചാരി നിൽക്കുകയായിരുന്ന അനന്തനെ വട്ടം കെട്ടിപ്പിടിച്ചു. അനന്തൻ കൈനീട്ടി അവളുടെ ചെവിക്ക് പിടിക്കുകയാണ് ചെയ്തത്. ഓ എന്തോന്ന മനുഷ്യ ഇത്. അവന്റെ അടുത്തു നിന്നും ചാടി മാറിയിട്ട് അവൾ ചെവി തിരുമി. സ്കൂട്ടർ ഒതുക്കുകയായിരുന്ന ദേവന് ചിരി വന്നു. അനന്തൻ അവളെ നോക്കി മീശ തടവി കണ്ണുരുട്ടി. ഒരു കറുത്ത ജീൻസും ഇളം നീല ഷർട്ടുമായിരുന്നു അവന്റെ വേഷം. നീണ്ട മുടികളിൽ ചിലത് അവന്റെ വലത്തെ കണ്ണിന് മുകളിലേക്ക് വീണ് കിടന്നിരുന്നു. നിനക്ക് ചാകണം അല്ലടി? പല്ലും കടിച്ചുകൊണ്ടുള്ള അനന്തന്റെ നോട്ടം കണ്ട് അവൾ എളിച്ചു. പിന്നെ കെട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഞാൻ വേറെ എന്ത് ചെയ്യാനാ? നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ല വിച്ചു. അല്ലേ തന്നെ വലിയച്ഛനും അപ്പച്ചിക്കും ഞങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി ഇതും കൂടി അറിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല ഞാൻ നിന്നെ ഇന്നേ വരെ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല. ഓ തുടങ്ങി. ഇതൊക്കെ ഞാൻ കുറെ കേട്ടതല്ലേ. നിന്ന് മഞ്ഞ കൊള്ളാതെ നിങ്ങൾ വണ്ടി എടുക്കും മനുഷ്യ. അവൾ കാറിനകത്തേക്ക് കയറി ഡോർ വലിച്ചടച്ചു. ദേവ, അവന്മാരറിഞ്ഞാൽ ആ ദേഷ്യം അവര് ഗച്ചുവിനോടും അമ്മമ്മയോടും തീർക്കാൻ സാധ്യതയുണ്ട്. അവരെ ഓർത്ത് നീ പേടിക്കണ്ടായിരുന്ന ഞാൻ നോക്കിക്കൊള്ളാം. ആ അതാ അവരെ ആശ്വാസം. ഇവൾ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ ഓർത്തോ? സാരമില്ലടാ, അവൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി. നമുക്ക് വേണ്ടപ്പെട്ടവര് അവിടെ ഉണ്ട്. ഓക്കേടാ. ആ എന്നാ ഇനി വൈകണ്ട, പോകാൻ നോക്കിക്കോ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ വെളുപ്പിന് അവിടെ എത്തുമല്ലോ. ദേവനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചിട്ട് അനന്തൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. തലപ്പുറത്തേക്കിട്ട വൈശാഖി ദേവനെ നോക്കി കൈവീശി. ദേവേട്ടാ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കൈവീശിയ ദേവനെ പിന്നിലാക്കി ആ കാറ് മെല്ലെ പഞ്ചായത്ത് റോഡിലൂടെ അകന്നുപോയി. ജാസ്മിന്റെയും അമ്മമ്മയുടെയും സംസാരം കേട്ടുകൊണ്ടാണ് ശ്രീഗൗരി രാവിലെ ഉറക്കമുണർന്നത്. സുരക്ഷിതരായി എറണാകുളത്തേക്ക് എത്തിയെന്ന് ഏട്ടൻ വിളിച്ചു പറയുമ്പോൾ വെളുപ്പിന് 5 മണി കഴിഞ്ഞിരുന്നു. അതുവരെ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിരുന്നവൾ അതിനുശേഷമാണ് ഒന്ന് കണ്ണടച്ചത്. വരാന്തയിലിരുന്ന് ജാസി സംസാരിക്കുന്നത് വൈശാഖിയുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ചാണെന്ന് മനസ്സിലായതും അവൾ എഴുന്നേറ്റ് മൊബൈൽ എടുത്ത് നോക്കി. സമയം 8:30 കണ്ണുകളിലെ പുളിപ്പ് ഇപ്പോഴും വിട്ടിട്ടില്ല. പിൻവശത്തെ വാതിൽ തുറന്ന അവൾ അടുക്കളയോട് ചേർന്നുള്ള കുളിമുറിയിൽ കയറി ബ്രഷും പേസ്റ്റും എടുത്ത് പല്ല് തേച്ചുകൊണ്ടാണ് മുറ്റം ചുറ്റി ഉമ്മറത്തേക്ക് ചെന്നത്. എന്നാലും ആ കൊച്ച് എന്തൊരു പണിയാ കാട്ടിയെ. കല്യാണം അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഒളിച്ചോടി പോവുക എന്നൊക്കെ പറഞ്ഞാല് മോശമല്ലേ? താടിക്ക് കൈയും വെച്ചുകൊണ്ടുള്ള അമ്മമ്മയുടെ നെടുവീർപ്പിടലും ഭാവാഭിനയും ഒക്കെ കണ്ട് പല്ല് തേക്കാൻ മറന്നുപോയ ഗൗരി വായിൽ ബ്രഷും വെച്ച് കണ്ണും തള്ളി നിന്നു. അരമതലിൽ അങ്ങോട്ടും തിരിഞ്ഞിരിക്കുകയായിരുന്ന ജാസി അവളെ കണ്ടില്ല. ഓസ്കാറിന് വിട്ടിരുന്ന് ഈ മുതലിന് 1ാം സമ്മാനം കിട്ടിയേനെ. നീ ഇത് കേട്ടോ ഗൗരൂട്ടിയെ? നമ്മുടെ വൈശൂട്ടി ഒളിച്ചോടിയെന്ന്. ഓർത്തും കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് അമ്മമ്മയുടെ അടുത്ത ആശ്ചര്യപ്രകടനം. ജാസ്മിനും തിരിഞ്ഞു നോക്കി. മുറ്റത്ത് കണ്ണും തള്ളി നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവൾ കാല് പുറത്തേക്കിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. ജാസി ഇങ്ങോട്ട് തിരിഞ്ഞതോടെ സ്റ്റൂളിലിരുന്ന അമ്മമ്മ ചുണ്ടിൽ വിരൽ വെച്ച് ഒന്നും പറയരുതെന്ന് കാട്ടുന്നുണ്ട്. നീ ഇന്ന് ജോലിക്ക് പോണില്ലേടി? വായിലിരുന്ന പത തെങ്ങിൻ ചോട്ടിലേക്ക് തുപ്പിയിട്ട് ഗൗരി വിളറിയൊരു ചിരി ചിരിച്ചു. ഒരു തലവേദന. വൈശുവിന്റെ വീട്ടിൽ പോണോന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഉമ്മച്ചി പറഞ്ഞു വേണ്ടെന്ന്. കൂടെ നടന്നിരുന്ന നമ്മളോടൊക്കെ അവൾ എന്തേലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നൊരു സംശയം അവരുടെ വീട്ടുകാർക്ക് തോന്നിയാലൊന്ന്. ആലോചിച്ചപ്പോ ശരിയാണെന്ന് എനിക്കും തോന്നി.
എന്ന് വെച്ച് നീ പോകാതിരിക്കുന്നത് ശരിയല്ല ഗൗരിക്കുട്ടി. അവള് നിന്റെ അപ്പച്ചിയുടെ മോളല്ലേ. വേഗം കുളിച്ച് ചായയും കുടിച്ചിട്ട് ഒന്ന് അത്രയിടം വരെ പോയിട്ട് വന്നോളൂ. ഒറ്റക്ക് പോവാനോ? ബ്രഷിന്റെ അറ്റവും കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ സങ്കോചത്തോടെ അമ്മമ്മയെ നോക്കി. ഓ, ഇങ്ങനെ ഒരു പേടി എന്റെ കുട്ടിയെ, എന്നെ കൊണ്ട് ഞാൻ തോറ്റു. അരമതിലിരുന്ന ജാസ്മിൻ ഗൗരിയെ നോക്കി വാപുത്തി ചിരിച്ചു. എന്നെ കണ്ട അപ്പച്ചി വെറുതെ ഓരോന്ന് പറയാമമ്മേ, അതാ. പിന്നെ മോള് പുറപ്പെട്ടു പോയേക്കുമ്പോ നിന്നോട് മുഷിപ്പ് കാട്ടാനല്ലേ കല്യാണിക്ക് നേരം. ജാസി വരില്ലേച്ചാ നീ ആ നീലുനെ വിളിച്ചോണ്ട് പോവാ. എന്തായാലും പോവാതിരിക്കണത് മോശാണേ. നമ്മളോട് എങ്ങനെയൊക്കെ പെരുമാറിയാലും നമ്മളത് കാട്ടാവോ? ആ, അത് ശരിയാ. ജാസിയും തലകുലുക്കി ശരിവെച്ചു. കല്ലാട്ടെ വരാന്തയിലേക്ക് കയറുമ്പോ ദേവേട്ടൻ അകത്തുണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഗൗരിക്കുണ്ടായിരുന്നു. മുൻവശത്തെ മുറിയിലെ ഭിത്തിയിൽ മാലയിട്ട് വെച്ചിരുന്ന ദേവനന്ദന്റെ അച്ഛന്റെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടാണ് തുറന്നു കിടന്നിരുന്ന വാതിലിൽ കൂടി അവൾ അകത്തേക്ക് കയറിയത്. പൊട്ടി മുളച്ചതുപോലെ നീലിമ മുറിക്കുള്ളിൽ നിന്നും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഔ, എന്താടി കാലത്ത് വന്നിട്ട് മനുഷ്യനെ പിച്ചി പറിക്കുന്നേ? കൈ തിരുമ്മിക്കൊണ്ട് നീലിമ മുഖം ചൊളിച്ചു. പിന്നെ പിച്ചാതെ കൂട്ടുകാരി അത്രേ. വൈശുവിന് അനന്തേട്ടനോട് അടുപ്പമുണ്ടായിരുന്ന കാര്യം നിനക്കൊന്ന് സൂചിപ്പിക്കാറുന്നില്ലേടി ദുഷ്ടേ? നീലു കൈ നീട്ടി ഗൗരിയുടെ വാപൊത്തി. പതുക്കെ പറയടി, അമ്മ അപ്പുറത്തുണ്ട്. വായടച്ചെങ്കിലും ഗൗരി അവളെ നോക്കി പരിഭവിച്ചു. അറിഞ്ഞിട്ട് എന്തിനായിരുന്നു? അവൾ ചൂണ്ടുവിരൽ കൊണ്ട് ഗൗരിയുടെ തലക്കെട്ടൊന്ന് കുത്തി. ഈ കുഞ്ഞി തലയിലേ അതും ചുമന്നുകൊണ്ട് നടന്ന് ടെൻഷൻ അടിക്കാനല്ലേ? എന്തായാലും കാര്യങ്ങളൊക്കെ മംഗളമായല്ലോ. മംഗളമായെന്നോ? വല്യപ്പച്ചനും അപ്പച്ചിയും ഒക്കെ ഇനി എന്തു പുകല ഉണ്ടാകാൻ പോകുന്നെന്ന് ഓർക്കുമ്പോഴാ. ഗൗരിയുടെ കണ്ണുകളിൽ മിന്നിയ ഭയം കണ്ട് നീലു ചിരിച്ചു. എന്തുണ്ടാകാൻ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവര് മോളെ മരുവനെ അങ്ങ് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ആഹാ, ഗൗരി മോളാന്നോ? ചോദ്യം കേട്ട് അവൾ ഒതുങ്ങി നിൽക്കുമ്പോഴേക്കും വിലാസിനിയമ്മ മുറിയിലേക്ക് കയറി വന്നു. എന്താ മോളെ കാലത്തെ വിശേഷമൊക്കെ അറിഞ്ഞില്ലേ? ഞാൻ ഇവളോട് ചോദിക്കുമായിരുന്നു ഇനി ഇതുപോലെ ആരോടെങ്കിലും അടുപ്പമോ മറ്റോ ഉണ്ടോന്ന്. അടുത്ത ആഴ്ച ഒരു കൂട്ടര് പെണ്ണാണാൻ വരുന്നുണ്ടേ. അത് മിക്കവാറും നടക്കുന്ന ദേവൻ പറയുന്നേ. ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന വിലാസിനിയുടെ കവളത്തും ഒരു കുത്തു കൊടുത്തു നീലു. അതെ, അങ്ങ് പള്ളി പറഞ്ഞാ മതി വിലാസിനി അമ്മേ. കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങിച്ചും കൊണ്ട് ഈ നീലു ഇവിടെ നിന്ന് പോകത്തുള്ളൂ. വിലാസിനിയമ്മ അവളെ നോക്കി ഇരുത്തിയൊന്ന് മൂളി. മോളെന്താ വന്നേന്ന് പറഞ്ഞില്ലല്ലോ? ഞാൻ അത് അപ്പച്ചിയുടെ വീട് വരെ ഒന്ന് പോവാൻ കൂട്ട് വേണമായിരിക്കും. നീലുവാണ് പൂരിപ്പിച്ചത്. ഗൗരി തലകുലുക്കി. നീ എങ്ങനെ എടി പെണ്ണെ ആ പിള്ളേരെ പഠിപ്പിക്കുന്നേ? അതും എഞ്ചിനീയറിംഗ് പിള്ളേരെ. എളിക്ക് കൈകുത്തി നീലു അവളെ നോക്കി. അത് ലാബിൽ ഇൻസ്ട്രക്ടർ അല്ലേടി, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. എന്നാലും കൊള്ളാം. എടി, നിന്ന് വിസ്തരിക്കാതെ ഒന്ന് ചെന്നേ. വിലാസിന്റെ അമ്മ ചോദിച്ചു. ചെല്ലാം, പക്ഷെ നീ അവരുടെ വീടിനകത്തേക്ക് വരാൻ പറഞ്ഞേക്കരുത്. കാര്യം നിന്റെ അപ്പച്ചയൊക്കെ ആണെങ്കിലും ആ അമ്മ എനിക്ക് തീരെ പിടിക്കത്തില്ല. അതിനും ഗൗരി തലകുലുക്കി. പൊന്നു മോളെ, അവിടെ ചെല്ലുമ്പോ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ നിന്നേക്കണേ. ഗേറ്റ് കടക്കുമ്പോ നീലു ഓർമ്മപ്പെടുത്തി. അവൾ അനന്തേട്ടന്റെ കൂടെയാ പോയേക്കുന്നെന്ന് നിന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ അല്ലേ? നല്ല കാര്യം. എന്നാ പിന്നെ നാട്ടുകാർ മൊത്തം എപ്പോ അറിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. നീ വേഗം നടന്നേ. അവൾ ധൃതി കൂട്ടിയപ്പോ ഗൗരി നടത്തത്തിന് വേഗത കൂട്ടി. നീലുവിനെയും കൂട്ടി ശ്രീഗൗരി ചെല്ലുമ്പോ വൈശാഖിയുടെ വീടിന് മുന്നിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. വരാന്തയിലെ കസേരയിലിരിക്കുന്ന വൈശാഖിയുടെ അച്ഛൻ ഹരിഹരനമ്മാവന് ചുറ്റും നാട്ടിലെ കുറച്ച് പ്രമാണിമാർ നിൽക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഗിരിജൻ വില്ലച്ചനും ശ്രീനിലയത്തിലെ സജീവന്റെ അച്ഛൻ രാജേന്ദ്രൻ അങ്കിളും ശ്യാമിലി ചേച്ചിയുടെ ഭർത്താവ് വിമലേട്ടനും പിന്നെ വിശ്വേട്ടനും ഒക്കെ. വരാന്തയിലെ അരമതലിനോട് ചേർന്ന് നിന്നിരുന്ന ദേവൻ അവരെ കണ്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചു. കൂട്ടത്തിൽ നിന്നിരുന്ന ശ്രീജിത്തും ചിരിച്ചു കാട്ടി. പടികൾ കയറിയപ്പോൾ നീലുവിനെ കൂടെ നിർത്താൻ ഗൗരി ശ്രമിച്ചെങ്കിലും അവൾ ആ കൈ വിടുവിച്ചു കളഞ്ഞു. അയൽപ്പക്കത്തെ സ്ത്രീകളിൽ പലരും അകത്തെ മുറികളിൽ പലയിടത്തുമായി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ മുഖങ്ങളിലും ആശ്ചര്യവും അത്ഭുതവുമാണ്. കൂട്ടത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് അടക്കിച്ചിരിക്കുന്നവരെയും ഗൗരി കണ്ടു. അകത്തെ മുറിയിൽ നിന്നും അപ്പച്ചിയുടെ പദം പറഞ്ഞുള്ള കരച്ചിൽ കേൾക്കാം. സരസ്വതി വല്യമ്മയുടെ ആശ്വസിപ്പിക്കലും ഉണ്ട് കൂടെ. ശ്രീഗൗരി കയറി ചെല്ലുമ്പോ കട്ടിലിരുന്ന് കരയുന്ന അപ്പച്ചിയുടെ അടുത്ത് തന്നെ ഇരുന്ന് കണ്ണുകൾ തുടക്കുന്നുണ്ട് വല്യമ്മയും ശ്യാമിലി ചേച്ചിയും. കൂട്ടത്തിൽ സജീവന്റെ അമ്മ വിജയാന്റിയുമുണ്ട്. മുറി നിറഞ്ഞു നിന്നിരുന്ന സ്ത്രീകൾക്കിടയിലൂടെ കയറി ചെന്ന ശ്രീഗൗരി അപ്പച്ചിയുടെ തോളിൽ ഒന്ന് തൊട്ടു. മുഖമുയർത്തി അവളെ നോക്കി അപ്പച്ചി വീണ്ടും കരച്ചിലായി. നീ അറിഞ്ഞില്ലേടി ഗൗരി, ആ മൂദേവി തറവാടിന്റെ മാനം കളഞ്ഞു. ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കുന്ന? വല്യമ്മയോടൊപ്പം ചേർന്ന് അപ്പച്ചിയെ ആശ്വസിപ്പിക്കുന്നതിനിടയിലാണ് പുറത്തുനിന്നും എന്തൊക്കെയോ ബഹളം കേട്ടത്.
ആ ചെറുക്കന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. കൂടി നിന്നിരുന്ന സ്ത്രീകളിൽ ആരും അടക്കം പറയുന്നത് കേട്ടു. ഒന്ന് പോയി നോക്ക് ജാമി മോളെ, അമ്മാവന്റെ ഏട്ടന്മാരുടെയൊക്കെ സ്വഭാവം നിനക്കറിയാലോ. അപ്പച്ചിയുടെ കരച്ചിൽ കേട്ട് ശ്യാമിലി ചേച്ചി എഴുന്നേറ്റു. ഷാമി, ആ ചെറുക്കന്റെ വീട്ടുകാര് പ്രശ്നം ഉണ്ടാക്കുവാന്ന് പ്രതികരിക്കാൻ പോകണ്ടെന്ന് നീ ചെന്ന് അച്ഛനോട് പറയും. ഗൗരി, നീ ഒന്ന് കൂടെ ചെന്നേ. വല്യമ്മയെ നിർബന്ധിച്ചതോടെ നിവൃത്തിയില്ലാതെ ഗൗരിയും എഴുന്നേറ്റു. അവർ പുറത്തേക്ക് ചെല്ലുമ്പോൾ പരിചയമില്ലാത്ത 4-5 പേര് അരുണേട്ടനും അനന്തേട്ടനും വിമലേട്ടനും സജീവേട്ടനും ഒക്കെയായിട്ട് ഉന്തും തള്ളും നടത്തുകയാണ്. മുറ്റത്ത് 2 കാറുകളും കിടക്കുന്നുണ്ട്. ദേവേട്ടനും വിശ്വേട്ടനും ശ്രീജിത്തേട്ടനും മറ്റു ചിലരും കൂടി അവരെയൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. വല്യച്ഛനും അമ്മാവനും സങ്കടം അടക്കിപ്പിടിച്ച് കസേരകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികളും ആക്രോശങ്ങളും കേട്ട് ഗൗരി മുറ്റത്ത് നിൽക്കുകയായിരുന്ന നീലുവിനെ നോക്കി. ഗൗരിയുടെ നിൽപ്പ് കണ്ടതും വരാന്തയിലേക്ക് കയറി വന്ന നീലു അവളുടെ കയ്യിൽ കയറി പിടിച്ച് ധൈര്യം നൽകി. ശ്യാമിലി ഓടിച്ചെന്ന് വിമലിനെ കൂട്ടത്തിൽ നിന്നും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും കൂടി ശ്രമിച്ച് ഒടുവിൽ ഇരുവിഭാഗത്തെയും പിടിച്ചു മാറ്റി. കാര്യം ചോദിക്കാമെന്ന് ഞങ്ങളോട് ഗുണ്ടായുസം കാണിക്കുന്നു. നോക്കിക്കോ, ഒരുത്തരെയും വെറുതെ വിടാൻ പോകുന്നില്ല. വേണ്ട നഷ്ടപരിഹാരം കിട്ടിയില്ലേ എല്ലാത്തിനെയും കോടതി കയറ്റും. വന്നവരുടെ കൂട്ടത്തിൽ അല്പം മുതിർന്ന തടിച്ച ഒരാൾ ഭീഷണി മുഴക്കി. പോടാ, വന്ന് വണ്ടി കയറ്. കൂടെ ഉണ്ടായിരുന്നവർ അയാൾ പറഞ്ഞത് കേട്ട് തിരികെ കാറുകളിലേക്ക് കയറി. കൂടി നിന്ന ആളുകളെ ഭീഷണിപ്പെടുത്തും പോലെ ഹോൺ മുഴക്കിക്കൊണ്ട് ആ കാറുകൾ പുറത്തേക്ക് പാഞ്ഞുപോയി. അരുണും വിഷ്ണുവും സജീവനുമൊക്കെ കിതച്ചും കൊണ്ട് അരമതലിലേക്കിരുന്നു. വിമലേട്ടനെ ശ്യാമലയേച്ചി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവള് പോട്ടേടാ, ഇനി എനിക്ക് ഇങ്ങനൊരു മകളില്ല. പല്ലിറുമിക്കൊണ്ട് ഹരിഹരനമ്മാവൻ പറഞ്ഞത് കേട്ട് അരമതലിൽ നിന്നും വിഷ്ണു ചാടി എഴുന്നേറ്റു. അവളെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ചാ. അവളെ മാത്രമല്ല, അവൾ ആരുടെ കൂടെയാ പോയിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അവനെ ഞാൻ ഇല്ലാതാക്കും. ഭാര്യകത്തെ വിഷ്ണുവത്തനാ ഈ പറയുന്നേ. പ്രതിജ്ഞ പോലുള്ള വിഷ്ണുവട്ടന്റെ അലർച്ച കേട്ട് ശ്രീഗൗരി നടുങ്ങിക്കൊണ്ട് നെഞ്ചിൽ കൈവച്ചു. തുടരും. പ്രിയ പ്രണയിനെ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.